ബൃഹത്പൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ വിശാൽ എന്ന് പേരുള്ള ഒരാള് തന്റെ ഭാര്യ സുരേഖയോടൊപ്പം ജീവിച്ചു വന്നു. വിശാൽ ഗ്രാമത്തിൽ ചുറ്റി ചുറ്റി പാത്രങ്ങൾ വിറ്റുകൊണ്ടിരുന്നു. പക്ഷേ പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്റെ വ്യാപാരം കുറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ അദ്ദേഹത്തിനും ഒരു കാര്യം മനസ്സിലായില്ല, അദ്ദേഹത്തിൽ നിന്നും ആരാണ് എന്തും ഒന്നും വാങ്ങിക്കാത്തതെന്ന്. ഒരു ദിവസം വീട്ടിൽ അദ്ദേഹം തന്റെ ഭാര്യയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. സുരേഖ, ഏതോ ഒരു കാരണം കൊണ്ട് ഗ്രാമത്തിലാരും എന്റെ അടുത്ത് പാത്രമൊന്നും മേടിക്കുന്നില്ല. ഞാനും ഇന്ന് ഇതിനെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഞാൻ മാർക്കറ്റിലേക്ക് ചെന്നപ്പോൾ ജമീന്ദാർ അമ്മ അവിടെ പുതിയതായിട്ട് ഒരു കട ആരംഭിച്ചിരിക്കുന്നു. അവിടെ നഗരത്തിലുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ പോലും കിട്ടുന്നുണ്ട്. സത്യമാണ്, ഈ ജമീന്ദാരമ്മ ഗ്രാമത്തിലേക്ക് എല്ലാവരുടെ വ്യാപാരത്തിനും തലയിടുന്നു. അവന്റെ അടുത്ത് അത്ര സ്വത്ത് വെച്ചിട്ട് പോലും പാത്രക്കട വെക്കാനായിട്ട് അവൾക്ക് എന്താവശ്യമാണ് വന്നത്. ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാ? നിങ്ങളൊരു കാര്യം ചെയ്യൂ, എല്ലാ പാത്രങ്ങളും കൊണ്ടുപോയി ജമീന്ദാർ അമ്മയ്ക്ക് തന്നെ വിറ്റേക്കൂ. അതിൽ നിന്നും കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് വേറെന്തെങ്കിലും വ്യാപാരം ചെയ്യാൻ ചേട്ടാ. നീ ശരി തന്നെയാണ് പറയുന്നത് സുരേഖ. ശരി, ഞാൻ ചെന്ന് ജമീന്ദാരമ്മയോട് സംസാരിച്ചു നോക്കാം. വിശാൽ ജമീന്ദാർ അമ്മയെ കാണാനായി ചെന്നു. പക്ഷേ മുൻപേ തന്നെ കുറെ ആളുകൾ അവിടെ നിന്നുകൊണ്ടിരുന്നു. അവരുടെ കയ്യിൽ എന്തോ പേപ്പർ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ തലവനുമാണ്. തലവരെ, ആ പറയൂ മോനെ, നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത് തലവരെ? ഞങ്ങൾ ഞങ്ങളുടെ വീട്ടുപത്രം ഇവിടേക്ക് എടുത്തിട്ട് വന്നിരിക്കുകയാണ്. ജമീന്ദാരമ്മ ഈ ഗ്രാമത്തിലേക്ക് എന്തോ പുതിയ തിട്ടം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോഴാണ് ജമീന്ദാർ അമ്മ അവരോട് എന്തു പറഞ്ഞെന്നാൽ, തലവനും ഇവിടെയുള്ള മറ്റുള്ളവർക്കും ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നഗരത്തിൽ പുതിയൊരു ബിസിനസ് കിട്ടിയിട്ടുണ്ട്. അതിനായി നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തിന്റെ പത്രം നൽകുകയാണെങ്കിൽ 40 ദിവസത്തിനകം ഞാൻ നിങ്ങൾക്ക് സ്ഥലത്തിന്റെ 2 മടങ്ങ് പണവും തരും, സ്ഥലവും തിരികെ തരും. ഇപ്പോൾ നിങ്ങൾ തന്നെ കാണുന്നില്ലേ, തലവൻ പോലും ഞാൻ പറയുന്നത് വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ വീടിന്റെ പത്രം എന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളും എന്നെ വിശ്വസിക്കണം. നിങ്ങളുടെ സ്ഥലപത്രം എന്റെ കയ്യിൽ നൽകി 2 മടങ്ങ് കാശ് വാങ്ങിക്കോളൂ. തലവൻ തന്റെ വീടിന്റെ പത്രം എല്ലാവരുടെ മുൻപിൽ വെച്ചും ജമീന്ദാർ അമ്മയുടെ കയ്യിൽ നൽകി. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ തലവരാണ്. എനിക്ക് ജമീന്ദാർ അമ്മേന്റെ മേലെ നല്ല വിശ്വാസമുണ്ട്. നിങ്ങൾ തന്നെ നോക്കൂ, ഞാൻ എന്റെ വീടിന്റെ പത്രത്തിന് ജമീന്ദാർ അമ്മയുടെ കൊടുത്തിരിക്കുകയാണ്. തലവൻ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ജമീന്ദാർ അമ്മയുടെ കയ്യിൽ അവരുടെ വീടിന്റെ പത്രം നൽകി. വിശാൽ തന്റെ വീട്ടിലേക്ക് ചെന്ന് തന്റെ ഭാര്യയോടും ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അത് കേട്ടിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, അങ്ങനെ അതാണ് കാര്യമെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പണക്കാരായി മാറും ചേട്ടാ. ആ തീർച്ചയായിട്ടും, പോ, നീ ചെന്ന് വീട് പത്രം കൊണ്ടുപോവാ. ഞാൻ ചെന്ന് ജമീന്ദാർ അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് വരാം. ആ ശരി, ഇതാ കൊണ്ടുവരാം. സുരേഖ സ്ഥലത്തിന്റെ പത്രം വിശാലിന്റെ കയ്യിൽ നൽകി. വിശാൽ ജമീന്ദാർ അമ്മയുടെ വീട്ടിലേക്ക് ചെന്ന് ആ നിലപത്രം അവരുടെ കയ്യിൽ നൽകി. വിശാൽ മാത്രമല്ല, ഗ്രാമത്തിലുള്ള എല്ലാവരും അവരുടെ വീടിന്റെ പത്രം കൊണ്ടുവന്ന് ജമീന്ദാർ അമ്മയുടെ കയ്യിൽ നൽകി. കാര്യം ഇത് ജമീന്ദാർ അമ്മയുടെ തന്ത്രമാണ്, മറ്റുള്ളവരുടെ സ്ഥലം പിടിച്ചടക്കാനായി. ഇതിൽ തലവനും പങ്കുണ്ടായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ പോയതിനു ശേഷം ജമീന്ദാർ അമ്മയും തലവനും മാറി മാറി എന്തു പറഞ്ഞെന്നാൽ, കൊള്ളാലോ തലവൻ സാറേ, അത്യാഗ്രഹം കാരണം നിങ്ങളുടെ തന്ത്രശാലി പുറത്തു വന്നല്ലോ. ഞാൻ എപ്പോഴും വലിയ കലാകാരനാണ് ജമീന്ദാർ അമ്മേ. നമ്മുടെ ഒപ്പം ഓർമ്മയുണ്ടല്ലേ? തീർച്ചയായും ഓർമ്മയുണ്ട് തലവൻ സാറേ, നിങ്ങൾ വിഷമിക്കേണ്ട. ഇന്ന് തന്നെ പോയി ഗ്രാമത്തിലെ ജനങ്ങളുടെ വീടെല്ലാം എന്റെ പേരിൽ മാറ്റിയേക്കാം. പിന്നെ നിങ്ങളുടെ പങ്ക് നിങ്ങൾക്കും കിട്ടും. ജമീന്ദാറമ്മ ഗ്രാമത്തിലുണ്ടായിരുന്ന എല്ലാവരുടെ വീടും തന്റെ പേരിലും തലവന്റെ പേരിലും മാറ്റി എഴുതി. 40 ദിവസങ്ങളായി. എന്നിട്ട് തലവൻ ഗ്രാമത്തിലെ ജനങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി. കൂടെ ജമീന്ദാറമ്മയും തലവനോടൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. ഗ്രാമത്തിൽ ജനങ്ങളെ, എത്രയും പെട്ടെന്ന് നിങ്ങൾ വീട് കാലിയാക്കൂ, എത്രയും പെട്ടെന്ന്. എന്ത് തലവരെ, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. തലവരെ, നിങ്ങൾ എന്താ പറയുന്നത്? അല്ല, നിങ്ങളല്ലേ നിങ്ങളുടെ വീട് ഞങ്ങൾക്ക് നൽകിയത്? പക്ഷേ കിക്ഷയൊന്നുമല്ല. ഗ്രാമത്തിലേക്ക് എല്ലാവരും പെട്ടെന്ന് കാലിയാക്കൂ. നിങ്ങൾ ഞങ്ങളെ പറ്റിക്കാണ് തലവരെ. അതെങ്ങനെയാണ്? നിങ്ങളെ എല്ലാവരും അല്ലേ നിങ്ങളുടെ വീട് പത്രത്തിന് എന്റെ അടുത്ത് വന്ന് കൊണ്ടുവന്ന് തന്നത്. ഞങ്ങൾ നിങ്ങളെ കട്ടായം ഒന്നും പെടുത്തിയിട്ടില്ലല്ലോ. എല്ലാരും മര്യാദയ്ക്ക് വീട് കാലിയാക്കൂ, അല്ലെങ്കിൽ അതിന്റേതായ വാടക തരേണ്ടി വരും. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ അവരുടെ വീട്ടിൽ എന്തുണ്ടായിരുന്നോ അതെല്ലാം തന്നെ വിറ്റ് ജമീന്ദാറിനും തലവനും കാശ് നൽകി വീട്ടിൽ വാടകയ്ക്ക് ഇരിക്കാൻ അവർ സമ്മതിച്ചു. മറ്റൊരു വശത്ത് വിശാൽ തന്റെ വീട്ടിലേക്ക് ചെന്ന് തന്റെ ഭാര്യ സുരേഖയോട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അത് കേട്ടിട്ട് സുരേഖ പറഞ്ഞു, എന്താ ഇത്? നമ്മളിനി എന്ത് ചെയ്യും ചേട്ടാ? നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ഈ ഒരു വീട് മാത്രമാണ്. ഈ പാത്രങ്ങൾ വെച്ച് നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മുടെ പാത്രങ്ങൾ പോലും
കറണ്ട് ഈ കടായി മാത്രമേ ബാക്കിയുള്ളൂ. സുരേഖ, തലവനും ജമീന്ദാരമ്മയും ചേർന്ന് നമ്മളെ നന്നായിട്ട് പറ്റിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ജീവിക്കാൻ തന്നെ വാടക കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ ആഹാരത്തിനുള്ള കാശ് പോലും ഇല്ല. പിന്നെ നമ്മളെ പോലെ ഈ ഗ്രാമത്തിൽ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ വ്യാപാരമൊക്കെ ജമീന്ദാറമ്മ നശിപ്പിച്ചു കളഞ്ഞു. നീയൊന്നിനും വിഷമിക്കണ്ട. എന്റെ അടുത്ത് ബാക്കി എത്ര കടായി ബാക്കിയുണ്ടോ ഞാൻ ഇന്ന് തന്നെ ചെന്ന് അത് വിൽക്കാൻ തുടങ്ങാം. അതിൽ എത്ര പൈസ കിട്ടുന്നു അത് വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് തുടങ്ങാം. വിശാൽ കരണ്ടുകളും പാത്രങ്ങളും ഗ്രാമം തോറും ചെന്ന് വ്യാപാരം ചെയ്തു. പക്ഷെ ആരും തന്നെ അദ്ദേഹത്തിൽ നിന്നും കരണ്ടിയോ പാത്രങ്ങളോ വാങ്ങിയില്ല. ഒരുപാട് വിഷമത്തോടെ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് തിരികെ വന്നു. അപ്പോഴാണ് ഒരു വയസ്സായ മുത്തശ്ശി അദ്ദേഹം കണ്ടത്. അവർ വിശാലിനെ നോക്കിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, മോനെ, വളരെ സങ്കടത്തോടും വിഷമത്തോടുമാണ് നീയുള്ളത്. നിന്റെ വിഷമം നിന്റെ മുഖത്ത് കാണാൻ സാധിക്കുന്നു. പറയൂ മോനെ, എന്താണ് പ്രശ്നം? എന്റെ സന്തോഷം എന്നെ പോയി കളഞ്ഞു. ഞാൻ എന്താ ചെയ്യാ? വിശാൽ ആ വയസ്സായ മുത്തശ്ശിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ ആ വയസ്സായ മുത്തശ്ശി തന്റെ സഞ്ചിയിൽ നിന്നും ഒരു തുണി എടുത്ത് വിശാലിന്റെ കയ്യിൽ നൽകി. എന്നിട്ട് പറഞ്ഞു, ഇതാ മോനെ, ഈ ചുവന്ന തുണി നീ വെച്ചോ. ഈ ചുവന്ന തുണിക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് നീ നല്ല കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ. പിന്നെ നീ ഗ്രാമത്തിലെ ജനങ്ങളെയും സഹായിക്ക്. ഈ തുണി നീ പാത്രത്തിൽ വെച്ചിട്ട് എന്നിട്ട് അത് എടുത്താൽ ഇത് നിനക്ക് പാത്രത്തിൽ ഒരു വീട് രൂപീകരിച്ചു തരും. ശരിയമ്മേ, നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. വിശാൽ പാത്രങ്ങളും പിന്നെ ആ മുത്തശ്ശി നൽകിയ ചുവന്ന തുണിയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് തന്റെ ഭാര്യയോടെല്ലാം പറഞ്ഞു. അങ്ങനെ ആ മുത്തശ്ശി പറഞ്ഞത് നേരാണെങ്കിൽ നമ്മൾ ഒരിക്കൽ അത് ചെയ്തു നോക്കാം ചേട്ടാ. നീയും ശരിയാണ് പറഞ്ഞത്. വിശാലും സുരേഖയും പാത്രം എടുത്തുകൊണ്ട് വീട്ടിനു പുറത്തേക്ക് വന്നു. വിശാൽ ആ ചുവന്ന തുണി പാത്രത്തിനു മുകളിൽ വെച്ചു. ഉടനെ ആ ചുവന്ന തുണി തിളങ്ങാൻ തുടങ്ങി. ആ ചുവന്ന തുണി വിശാൽ എടുത്തതും തന്നെ ഉടനെ മനോഹരമായ ഒരു വീട് ആ പാത്രത്തിൽ ഉണ്ടായി. ദൈവമേ, മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കുന്നു ചേട്ടാ. സത്യമായിട്ട് കടയിൽ തന്നെ വീട് വന്നു സുരേഖ. ഇപ്പൊ നമ്മുടെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കും. അതെ, നിങ്ങൾ പറയുന്നത് നേരാണ്. ഇനി നമ്മൾ വീടിന് വാടക കൊടുക്കേണ്ട ആവശ്യമുണ്ടാകില്ല. നമ്മൾ ഈ പാത്രം വീട്ടിൽ താമസിക്കാം. വിശാൽ ഗ്രാമത്തിലെ ജനങ്ങളെ വിളിച്ചു. അവരെല്ലാരോടും ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഒരുപക്ഷെ ഇതാണ് സത്യമാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് സഹായിക്ക്. ഞങ്ങൾക്കും കടയിൽ ഒരു വീട് കെട്ടിതാ. തീർച്ചയായിട്ടും. ഇനി നമുക്ക് ജമീന്ദാരമ്മന്റെയും പിന്നെ അത്യാഗ്രഹം തലവന്റെയും കൂട്ടുകാരുടെ ആവശ്യമൊന്നുമില്ല. വിശാൽ ആ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും തന്റെ പാത്രം കൊണ്ടുവന്ന് അതിനു മുകളിൽ ആ ചുവന്ന തുണിയിട്ട് വീട് നിർമ്മിച്ചു നൽകി. പതുക്കെ പതുക്കെ എല്ലാരും പാത്രം വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. മറ്റൊരു വശത്ത് ജമീന്ദാറമ്മ തലവനെ കാണാനായി വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, തലവൻ സാർ, പഞ്ചായത്ത് കൂട്ടി ഗ്രാമത്തിലെ ജനങ്ങളെ വരുത്തൂ. അവർ ആരും ഇതുവരെ വാടക ഒന്നും തന്നിട്ടില്ല. വാടക കിട്ടില്ല. എന്തുകൊണ്ടവർ വാടക തരില്ല? നമ്മുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് നമുക്ക് കാശ് തരില്ലെന്നോ? നിനക്ക് വാടക വേണമെങ്കിൽ അവരെല്ലാവരും ആ വീട്ടിൽ താമസിക്കണല്ലോ. എല്ലാവരും കടയുടെ അകത്താണ് ഇരിക്കുന്നത്. എന്ത്? ഇതെങ്ങനെ സംഭവിച്ചു? പാത്രത്തിനകത്ത് വീടോ? അതെങ്ങനെ നടക്കും? എല്ലാം ആ വിശാൽക്കാരനാണ് സംഭവിച്ചത്. അവന്റെ അടുത്ത് ഒരു ചുവന്ന തുണിയുണ്ട്. അവൻ അത് കടായിൽ വെച്ചതിനു ശേഷം കടായെല്ലാം വലുതാവുന്നു. പിന്നെ അതില് വീടും വരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ചുവന്ന തുണി നമ്മുടെ കയ്യിലായിരിക്കണം. അതല്ലേ ശരി തലവൻ സാറേ? ആ, തീർച്ചയായിട്ടും. വരൂ, ഞാൻ അതിനൊരു പദ്ധതി ഒരുക്കി കഴിഞ്ഞു. ആ തുണി തീർച്ചയായും വിശാലിന്റെ വീട്ടിലായിരിക്കും. രാത്രിയായതും തന്നെ ജമീന്ദാറും ആ തലവനും വിശാലിന്റെ വീട്ടിനടുത്തേക്ക് വന്നു. ഇവിടെ എല്ലായിടത്തും പാത്രം വീടുണ്ടല്ലോ. ഇവിടെ എല്ലാവരും ഇങ്ങനെയാണ് ജീവിക്കുന്നത് ജമീന്ദാരമ്മേ. നിങ്ങൾക്കറിയാമല്ലോ വിശാലിന്റെ വീട് ഏതാണെന്ന്. അതെ ജമീന്ദാരമ്മ, മുമ്പില് കാണുന്ന ഈ കടയ വീടുണ്ടല്ലോ, അതാണ് ഈ വിശാലിന്റെ വീട്. ജമീന്ദാറമ്മയും തലവനും വിശാലിന്റെ വീട്ടിനകത്തേക്ക് കേറിയതും തന്നെ അവർ കണ്ടു വിശാലും സുരേഖയും ഉറങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ മറ്റൊരു വശത്ത് ടേബിളിൽ ആ ചുവന്ന തുണി ഉണ്ടായിരുന്നു. ജമീന്ദാറമ്മ ആ ചുവന്ന തുണി എടുത്തു. എന്നിട്ട് തലവനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും അവർ പുറപ്പെട്ടു. രണ്ടുപേരും ജമീന്ദാറമ്മയുടെ പാത്രക്കടയിലേക്ക് ചെന്നു. ആ കടയുടെ അടുത്തേക്ക് അവർ ചെന്നതും തന്നെ ജമീന്ദാറമ്മ തലവനോട് പറഞ്ഞു, ഇതാണ് ആ ചുവന്ന തുണി. ഇത് വെച്ചാണ് വിശാൽ പാത്രത്തിൽ വീട് കെട്ടിയത്. അതെ, ഇതാണ് ജമീന്ദാരമ്മേ. വരൂ, നമ്മുടെ കടയില് ഇത് നമുക്ക് ഉപയോഗിച്ചു നോക്കാം. എന്നിട്ട് ഈ കടായ വീടുകളെ നമുക്ക് നഗരത്തിൽ വിട്ട് കുറെ പൈസ ഉണ്ടാക്കാം. ജമീന്ദാറമ്മ തന്റെ കടയിൽ നിന്നും പാത്രം എടുത്തു.
അതിനുശേഷം തലവൻ ആ ചുവന്ന തുണി ആ പാത്രത്തിന് മുകളിലിട്ടു. ആ ചുവന്ന തുണി തിളങ്ങാൻ തുടങ്ങി. തലവൻ ആ ചുവന്ന തുണി എടുത്തതും തന്നെ ആ പാത്രം ഒരു ജയിലായി മാറി. അതിൽ തലവനും ജമീന്ദാർ അമ്മയും കുടുങ്ങിപ്പോയി. ഈ പാത്രത്തിൽ വീട് വേണ്ടേ ഉണ്ടാകാൻ? പക്ഷെ എങ്ങനെയാ ജയിൽ വന്നത്? പിന്നെ നമ്മൾ എങ്ങനെയാ ഇതിനകത്ത് കുടുങ്ങിയത്? നമ്മളിവിടെ നന്നായിട്ട് കുടുങ്ങിപ്പോയി എന്നാ തോന്നുന്നത് ജമീന്ദാരമ്മേ. രാവിലെ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം പാത്ര ജയിലിൽ ജമീന്ദാറമ്മയും തലവനും ഇരിക്കുന്നത് കണ്ടു. വിശാലും ആ സ്ഥലത്തേക്ക് വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, വരൂ ജമീന്ദാരമ്മേ, തലവരെ. നിങ്ങൾ എന്താ വിചാരിച്ചത്? മോഷ്ടിച്ച് കടായ വീട് ഉണ്ടാക്കാൻ വന്നോണോ? "ആ, വിശാൽ ഞങ്ങളോട് ക്ഷമിക്കുമോനെ." ശരി, അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെ വീട് തിരിച്ചു തരാമെന്ന് പറയൂ. പിന്നെ തലവരെ, ഇനി നിങ്ങൾ എപ്പോഴും തലവന്റെ പകുതിയിൽ ഇരിക്കാൻ പാടില്ല. അതെ അതെ, ഞാൻ വാക്കു തരികയാണ്. എല്ലാവരുടെ വീടും ഞാൻ തിരികെ തന്നേക്കാം. പിന്നെ ഞാനും ഇന്ന് തന്നെ തലവന്റെ പകുതി രാജിനാമ ചെയ്തേക്കാം. തരൂ, ആ തുണിയെ തിരിച്ചു തരൂ. വിശാൽ ആ ചുവന്ന തുണി കയ്യിലെടുത്തു. അദ്ദേഹം ആ ചുവന്ന തുണി കയ്യിലെടുത്തതും തന്നെ ഉടനെ ആ പാത്രം പഴയതുപോലെയായി. ജമീന്ദാറമ്മയും തലവനും ആ ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്നിട്ട് അവർ എല്ലാവരുടെ വീടും തിരികെ നൽകി.